ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. 17 ഡെഡ് ഇൻ മാസീവ് എക്സ്പ്ലോഷൻ അറ്റ് ഫാർമ യൂണിറ്റ് നിയർ ഹൈദരാബാദ്. അതാണ് ആദ്യത്തെ ന്യൂസ്. നമ്മളെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റ്സ്, ഫയർ ആക്സിഡൻറ്റ്സ്, എക്സ്പ്ലോഷൻസ്, സ്റ്റാമ്പേഡ്സ്, ഇതൊക്കെ അൺഎൻഡിങ് ആയിട്ടുള്ള പ്രതിഭാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ നെഗ്ലിജൻസ് കാണിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിരിക്കും ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ഹൈദരാബാദിൽ ഇപ്പം നടന്ന ഹൈദരാബാദിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അത് സിഗാച്ചി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ആ കമ്പനിയുടെ ഹൈദരാബാദിൻ്റെ അടുത്തുള്ള പ്ലാന്റിൽ എക്സ്പ്ലോഷൻ നടക്കുകയും 17 പേര് മരിച്ചെന്നാണ് ഇതിൽ കിടക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ന്യൂസ് നോക്കിയപ്പോൾ 34 പേര് മരിച്ചു കഴിഞ്ഞിരുന്നു. ഇനി അതിൽ കൂടുതൽ പേര് മരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എനിവേയ്സ് ഇറ്റ് ഈസ് വെരി 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 എന്താ പറയുക, ഡിസ്റ്റർബിങ് കൈൻഡ് ഓഫ് ന്യൂസ്. അപ്പോൾ ഇത് അതിനു മുമ്പ് ഇന്നലെ പുരി ജഗന്നാഥ് ക്ഷേത്രത്തിൽ സ്റ്റാമ്പേഡിൽ 3 പേര് മരിച്ചു. അപ്പോൾ അത് വളരെ കഷ്ടമാണ്. ഇനി വേറൊരു ന്യൂസ്, EC ക്ലാരിഫൈസ് ഓൺ റൂൾസ് ഫോർ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ബീഹാർ വോട്ടർ ലിസ്റ്റ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂസ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയലുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് സംഭവം മനസ്സിലാവും. ഇത് ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ബീഹാറിലെ ഇലക്ഷൻ ഒക്ടോബറിലാണ്. അപ്പോൾ ഒരു സെപ്റ്റംബറിന് മുമ്പ്, ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വരും. പക്ഷേ ഇനി കുറച്ച് സമയമുള്ളൂ. അതിനു മുമ്പ് ബീഹാറിലെ കംപ്ലീറ്റ് ഈ വോട്ടർ ലിസ്റ്റും അവർ റിവൈസ് ചെയ്യാൻ പോയാൽ, വോട്ടർ ലിസ്റ്റ് റിവൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഇലക്ഷൻ്റെ വേളയിൽ കൊണ്ടുവച്ച് ചെയ്യേണ്ടായിരുന്നുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പോകുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി താഴെ വരുമ്പോൾ, കുക്കി എക്സ്ട്രീമിസ്റ്റ് ലീഡർ 3 others shot dead in മണിപ്പൂർ. മണിപ്പൂരിൽ കുക്കിയും മെയ്റ്റി കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള കലാപം നമുക്കറിയാം. മോർ ദാൻ 1.5 years ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എൻഡിലല്ല, അത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ഒരുവിധം ശാന്തമാണെന്നേ ഉള്ളൂ. ഇപ്പോൾ മണിപ്പൂരിൽ പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്തി. ഇന്ത്യയിൽ പ്രസിഡന്റ് റൂളുള്ള ഒരേ ഒരു സ്റ്റേറ്റാണ് മണിപ്പൂർ. ഓൺലി ബിക്കോസ് ഓഫ് ദ റയറ്റ് ബിറ്റ്വീൻ Meiti community and Kuki community that presidential rule was imposed in Manipur. Now on behalf of President of India, Governor of Manipur, that is Ajay Bella, he is ruling Manipur. Ajay Bella. അപ്പം അവിടെ പ്രസിഡന്റ് റൂളാണ് മണിപ്പൂരിൽ. ഇപ്പോൾ മണിപ്പൂരിൽ വീണ്ടും ഇന്നലെ ആരെയൊക്കെയോ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തു. മണിപ്പൂരിൻ്റെ ക്യാപിറ്റൽ ഇതാണ്, ഇംഫാലാണ്. മണിപ്പൂരിൻ്റെ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗ് ആയിരുന്നു. ഈ ബീരേൻ സിംഗിനെ പുറത്താക്കിയിട്ടാണ്, ആ ഗവൺമെൻറ്റിനെ പുറത്താക്കിയിട്ടാണ് അവിടെ പ്രസിഡൻഷ്യൽ റൂൾ ഉള്ളത്. പുറത്താക്കി മീൻസ് സസ്പെൻഡ് അനിമേഷനിലാക്കി. അത് എപ്പോൾ വേണമെങ്കിലും പുനരുജ്ജീവിപ്പിക്കാം നിയമസഭ. പിന്നെ IIP ഗ്രോത്ത് അറ്റ് 9-month ലോ ഓഫ് 1.2% ഇൻ മെയ് എന്നൊരു ന്യൂസ് കാണാം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇൻഡെക്സ് ആണ് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ആ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 1.2% ഗ്രോത്ത് റേറ്റ് ഉള്ളായിരുന്നു മെയ്യിൽ. ഇപ്പോൾ ജൂൺ കഴിഞ്ഞ് ജൂലൈ, ഈ മെയ്യിലെ ഡേറ്റയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അല്ല, ജൂണിൽ അറിഞ്ഞുകൂടാ. ജൂണിലിപ്പം ഈ മാസത്തിന് എൻഡിലൊക്കെ വരുമായിരിക്കും. അപ്പോൾ മെയ്യിൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് 1.2% ആയിട്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അത് കാണാനും പഠിക്കേണ്ട. ദാറ്റ് ഈസ് സംതിങ് which has to be taken note of by the government of India, because industrial sector is very crucial for our total economic growth. That industrial sector was lagging in the growth during the month of May. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അത് ബിസിനസ് പേജിൽ നിന്ന് അത് വലിയ ന്യൂസായിട്ട് അതിനെക്കുറിച്ചുണ്ട്. അതിൻ്റെ താഴെ 337 tons ഓഫ് യൂണിയൻ കാർബൈഡ് വേസ്റ്റ് ഇൻസിനറേറ്റഡ്, റെസിഡ്യൂ ടു ബി ബറീഡ് എന്നൊരു ന്യൂസ് കാണാം. യൂണിയൻ കാർബൈഡ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും, 1984 സ്വതന്ത്ര ഇന്ത്യ കണ്ട, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് നടന്നു. അത് ഭോപ്പാലിലെ, മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റലായ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ലീക്കായതാണ് രാത്രി. അതിൽ ഏതാണ്ട് 5479 ആൾക്കാർ മരിക്കുകയും അതിലെത്രയോ മടങ്ങ് ആൾക്കാർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഏതാണ്ട് 40 വർഷത്തിന് ശേഷമാണ് യൂണിയൻ കാർബൈഡ് ഫാക്ടറി അന്നത്തോടുകൂടി പൂട്ടി. അവിടെ അന്നത്തെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ വേസ്റ്റ് 40 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സംസ്കരിച്ചത്. അതിന് സുപ്രീം കോടതിയുടെ ഒരു വിധിയൊക്കെ ബേസിലാണ്. പിതാംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ആക്ച്വലി ഇൻഡോറിനടുത്തുള്ളൊരു സ്ഥലമാണ്. ഇൻഡോർ നമുക്കറിയാം ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റിയായ ഇൻഡോറിനടുത്തുള്ള പിതാംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആഫ്റ്റർ 40 years, മോർ ദാൻ 40 years ഇത് പിന്നീട് സംസ്കരിച്ചത്. അപ്പോൾ അന്ന് ഇൻഡോറുകാർ പ്രശ്നം ഉണ്ടായി. കാര്യം അവർ ക്ലീനസ്റ്റ് സിറ്റിയാണ്, അതിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള അതൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത് വലിയ വിഷയമൊന്നുമില്ല, വിഷയമില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും
മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? മോഹൻ യാദവ്. മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവ്. പിന്നെ അത്രയുള്ള ആ പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജാണ്. സ്റ്റേറ്റ്സ് പേജിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് പെട്ടെന്ന് ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ്, ന്യൂ ക്രിമിനൽ ലോസ് എന്ന് പറഞ്ഞൊരു ന്യൂസ് കണ്ടപ്പോൾ, തമിഴ്നാട് വർക്കിംഗ് ഓൺ പ്രപ്പോസിങ് അമെൻമെൻറ്റ്സ് എന്നൊരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന് പറഞ്ഞതാ, ടുഡേ ഈസ് July 1st. July 1st is very important because in 2017 July 1st our GST goods and service tax system was implemented. From that year onwards July 1st is being commemorated as GST Day in India. So July 1st today GST Day ആണ്. സോ GST Day ആയിട്ട് ഇനി എല്ലാ വർഷവും അങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ആയിട്ടുള്ള GST നിലവിൽ വന്ന 2017 July 1st. ഇനി സെക്കൻഡ് മറ്റൊരു കാര്യം, ഇന്ത്യൻ പീനൽ കോഡ് പോലുള്ള കൊളോണിയൽ എറയിൽ കൊണ്ടുവന്നിരുന്ന ക്രിമിനൽ ലോസിനെ എല്ലാത്തിനെയും എടുത്തു മാറ്റി. ഇന്ത്യൻ പീനൽ കോഡ് മാറി, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് മാറി, ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറി. ഇത് മൂന്നും മാറിയിട്ട് ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത വന്നു. ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത, നമ്മൾ ഷോർട്ട് ഫോമിൽ BNS എന്ന് പറയും. അതുപോലെ CRPCക്ക് പകരം, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത വന്നു. BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത വന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സംതിങ്, അത് ഞാൻ മറന്നുപോയി. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്നത്, അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഒരു സംഭവം വന്നു, പേര് ഞാൻ മറന്നു. ഭാരതീയ സാക്ഷി അധിനിയം, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഈ മൂന്ന് സംഭവങ്ങൾ, ഭാരതീയ BNS, അതുപോലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ എന്തോ ഒരു സാക്ഷി അധിനിയം എന്നാണ്, ഭാരതീയ സാക്ഷി അധിനിയം, അങ്ങനെ എന്തോ ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് വരെ വന്നത്. ഇത് മൂന്നും നിലവിൽ വന്ന കഴിഞ്ഞ വർഷം July 1st. അപ്പോൾ ഈ July 1st ഇന്ത്യയിൽ ഇപ്പോൾ രണ്ട് രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഇന്ത്യയിൽ GST ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയ ദിവസമാണ്. അതുപോലെ ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ ലോസ്, ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും, പിന്നീട് ആ പേരാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഭാരതീയ സാക്ഷി അധിനിയം എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് മൂന്നും നിലവിൽ വന്നത് July 1st. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇനി July 1st വേറെ കാര്യമുണ്ട്. ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് July 1st. BC റോയ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രശസ്തനായിരുന്ന ഡോക്ടറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും July 1st. ഓക്കെ, അപ്പം ആ ന്യൂസ് ജസ്റ്റ് ഇത് കണ്ടോ പറഞ്ഞേ ഉള്ളൂ, വേറെ ന്യൂസുകളൊന്നും ഇവിടെ പറയാനില്ല. ബാക്കിയൊന്നും നമുക്ക് ആവശ്യമുള്ളല്ലോ സ്റ്റേറ്റ്സ് പേജിൽ. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ കർണാടകത്തിൽ ഒരു പക്ഷേ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ മാറിയേക്കും. കർണാടകത്തിൽ ചീഫ് മിനിസ്റ്റർ ഒരു പക്ഷേ മാറിയേക്കും. കർണാടകത്തിൽ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് അറിയാമല്ലോ, സിദ്ധരാമയ്യയാണ് കർണാടകത്തിൽ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം മാറി. ശിവകുമാർ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആവാനുള്ള സകല സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ് ശിവകുമാർ. അദ്ദേഹം മിക്കവാറും ചീഫ് മിനിസ്റ്ററായി വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ അപ്പോൾ എന്തായാലും അത് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സിദ്ധരാമയ്യ ആണ് കറണ്ട് ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം മാറാനുള്ള സാധ്യത ഉള്ളതായിട്ട് ഇങ്ങനെ പറയപ്പെടുന്നു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്റ്റേറ്റായ ഉത്തർപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥിൻ്റെയും ഫോട്ടോ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോൾ ഇവിടെ സുഖ്വീന്ദർ സിംഗ് സുഖുവിൻ്റെ ഫോട്ടോ കാണാൻ പറ്റും. ഹു ഈസ് സുഖ്വീന്ദർ സിംഗ് സുഖു? സുഖ്വീന്ദർ സിംഗ് സുഖു ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹിമാചൽ പ്രദേശ്. അദ്ദേഹം ആൻറ്റി ഡിഫെക്ഷൻ ലോയെക്കുറിച്ച് ഇവിടെ പറഞ്ഞേക്കുന്നു. ആൻറ്റി ഡിഫെക്ഷൻ ലോയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയാൻ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ ഒന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതൊക്കെ പൊളിറ്റിക്സ് ആണ്, ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്താണ്? കൂറുമാറ്റ നിരോധന നിയമം എന്ന് മലയാളത്തിൽ പറയും. ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 10th ഷെഡ്യൂളാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ
10th ഷെഡ്യൂളായിട്ടാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എഴുതി ചേർക്കപ്പെടുന്നത്. 52nd അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, 52ാം ഭരണഘടനാ ഭേദഗതി, 52nd അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് 10th ഷെഡ്യൂളായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എഴുതി ചേർക്കുന്നത്. 1985 രാജീവ് ഗാന്ധി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഇൻ 1985. when Rajiv Gandhi was the prime minister of India, India made a constitutional amendment, that is 52nd constitutional amendment. Through that, India included a new schedule in Indian constitution, that is anti-defection law. Anti-defection law means കൂറുമാറ്റ നിരോധന നിയമം. ഈ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ MP ആയിട്ടോ MLA ആയിട്ടോ സെലക്ട് ചെയ്തിട്ട് വേറൊരു പാർട്ടിയിലേക്ക് കൂറുമാറിയാൽ ഹി വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. അതിനു മുമ്പുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ, ഓരോരുത്തന്മാർ ഓരോ പാർട്ടിയിൽ ഇലക്ട് ചെയ്യപ്പെടും, എന്നിട്ട് മറ്റൊരു പൈസയും മേടിച്ചുകൊണ്ട് കൂറുമാറും. അതായിരുന്നു ഒരു അവസ്ഥ. ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഒരു പരിധിവരെ കണ്ടെത്താൻ ആൻറ്റി ഡിഫെക്ഷൻ ലോ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൽ കുറച്ച് ലൂപ്പ് ഹോൾസ് ഉണ്ട്. 2/3, ഇപ്പോൾ ഒരു പാർട്ടിയിൽ 30 MLA-മാരുണ്ടെങ്കിൽ അതിൻ്റെ 2/3 എന്ന് പറഞ്ഞാൽ 20 MLA-മാരാണ്. ആ 20 MLA-മാരുമായിട്ട് കൂറുമാറിപ്പോയാൽ ആൻറ്റി ഡിഫെക്ഷൻ ലോ ആപ്ലിക്കബിൾ ആവത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ഇപ്പോഴും പല പാർട്ടികളും മുതലെടുക്കുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1985 സംഭവിക്കുന്നു. രാജീവ് ഗാന്ധി വാസ് ദ പ്രൈം മിനിസ്റ്റർ. 10th ഷെഡ്യൂളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അമർനാഥ് പിൽഗ്രിംസ് ഓപ്റ്റ് ഫോർ പഹൽഗാം റൂട്ട് ഡെസ്പൈറ്റ് ഷാഡോ ഓഫ് April 22 അറ്റാക്ക് എന്നൊരു ന്യൂസ് കാണാം. അമർനാഥ് പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ഉള്ള ഒരു കേവ് ടെമ്പിളാണ് അമർനാഥ് കേവ് ടെമ്പിൾ. ആ കേവ് ടെമ്പിളിലേക്ക് എല്ലാ വർഷവും ഒരു പിൽഗ്രിമേജ് ഉണ്ട്. അതാണ് അമർനാഥ് യാത്ര എന്നറിയപ്പെടുന്നത്. ഇപ്രാവശ്യം പഹൽഗാമിലുണ്ടായ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ബേസിൽ അവിടെ കുറച്ച് സെക്യൂരിറ്റി കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒക്കെ അഡ്രസ്സ് ചെയ്യുകയാണ് ഇപ്പോൾ. പിന്നെ നെക്സ്റ്റ് പേജ് നോക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട 1-2 പേരുകളുണ്ട് ഇവിടെ. അമരാവതി ടു ഹാവ് ഓപ്പറേഷണൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സെൻറ്റർ ബൈ January 1, 2026 ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനായിട്ട് ബന്ധപ്പെട്ട ഒരു സെൻറ്റർ അമരാവതിയിൽ ഉണ്ടായിരിക്കുമെന്ന് ആന്ധ്രാപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നു. ബിക്കോസ് അമരാവതി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ്. സോ Chandrababu Naidu, the Chief Minister of Andhra Pradesh, is the responsible person to announce this initiative because he is the Chief Minister of that state, Andhra Pradesh. Andhra Pradesh capital is Amaravati, and along with Andhra Pradesh Chief Minister, you can see photograph of Ajay Kumar Sood. ഇദ്ദേഹമാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് അജയ് കുമാർ സൂദിൻ്റെ പേരും അറിഞ്ഞിരിക്കണം. അജയ് കുമാർ സൂദ് ഈസ് ദ പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അജയ് കുമാർ സൂദ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ റോൾ ക്രഞ്ച് എന്ന് പറഞ്ഞ റോൾ ക്രഞ്ച്. ഇതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ എഡിറ്റോറിയലിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ. ബീഹാർ ഇലക്ഷൻ്റെ നമ്മളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് അത് ക്ലെൻസ് ചെയ്യാൻ പോയാണ്. അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ക്ലീൻ ചെയ്യാൻ പോയാണ്. അതിൽ ഇപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഹറീഡായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് കൊണ്ട് ആണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തേക്കുന്നത്. ചെയ്യേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. അതിൽ ചിലപ്പോൾ മരിച്ചവരെ റിമൂവ് ചെയ്യാത്ത കാണും. ചിലപ്പോൾ ആ സ്റ്റേറ്റിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു ബീഹാറൊക്കെ എന്ന് പറയുമ്പോൾ മൈഗ്രേഷൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ആൾക്കാർ പല സ്റ്റേറ്റുകളിൽ മൈഗ്രേഷൻ ചെയ്ത് പോകും, ജോലി കിട്ടി, അല്ലെങ്കിൽ അവർ ലേബേഴ്സായിട്ടും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർ റിമൂവ് ചെയ്യണം. അങ്ങനെ നോൺ സിറ്റിസൺസ് ആയിട്ട് മാറുന്ന ആൾക്കാർ കാണും, അവരെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇത് അടിക്കടി ചെയ്യുന്ന പ്രോസസ്സാണ്. പക്ഷേ ഇതിപ്പം ക്രിട്ടിസൈസ് ചെയ്യപ്പെടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ബൈ ഓഗസ്റ്റ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാര്യം ഇവരിപ്പം ഒരു പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് ഉടനെ പബ്ലിഷ് ചെയ്യുക. ആ ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമുക്കൊരു 1 month ഒരു സമയം കിട്ടുന്നില്ല. അപ്പം വളരെ പാവപ്പെട്ട ആൾക്കാരൊക്കെയാണ് ബീഹാർ താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ഡ്യൂറേഷനകത്ത് വെച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എത്ര പേർക്ക് ചിലപ്പോൾ വോട്ടവകാശം, ജെന്യുവനായിട്ടുള്ള വോട്ടേഴ്സ് നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതിൽ വിമർശന വിധേയമാകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ ഇലക്ഷൻ ആണ് ലോകത്തിലെ ഇലക്ഷനുകളിൽ തന്നെ ഏറ്റവും ഒരു ഭയങ്കര മാമോത്ത് എക്സർസൈസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളതിനേക്കാളും
ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ നമ്മളെ രാജ്യത്താണ് ഉള്ളത്. പുവറായിട്ടുള്ള ആൾക്കാരും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ എന്തൂസിയാസത്തോടു കൂടി അവരുടെ വോട്ടിംഗ് റൈറ്റ്സ് രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പോൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യാൻ കിട്ടുന്നൊരു അവസരം പലപ്പോഴും ഇവിടുത്തെ പാവപ്പെട്ടവർ വേണ്ടാന്ന് വയ്ക്കാറില്ല. ഇപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ ബീഹാറിൽ ഇലക്ഷൻ വരുന്നു, ഒക്ടോബറിലാണ് ഇലക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഒരു റിവിഷൻ നടത്താൻ പോയാണ്. അതിന് അവർ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞേക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് ഇലക്ട്രൽ റോൾസ് ഇൻ ബീഹാർ എഹെഡ് ഓഫ് അസംബ്ലി ഇലക്ഷൻ ഷെഡ്യൂൾഡ് ഇൻ ഒക്ടോബർ. അപ്പോൾ ഒരു ആക്യുറേറ്റ് ഇലക്ട്രൽ റോള് ഉണ്ടാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി സൗണ്ട് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഭരണഘടനാപരമായിട്ട് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ റിവ്യൂ നടത്തുമ്പോൾ എല്ലാ എലിജിബിൾ സിറ്റിസൺസിനെ ആഡ് ചെയ്യാൻ പറ്റും, ഇനെലിജിബിൾ സിറ്റിസൺസിനെ വോട്ടേഴ്സിനെ പിന്നീട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ പലരും മരിച്ചു പോയി കാണും, അതുപോലെ പലയിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടവർ കാണും, നോൺ സിറ്റിസൺസ് കാണും, അവരെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും, എലിജിബിൾ ആയിട്ടുള്ളവരെ ആഡ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ ഹറീഡ് ടൈം ലൈൻ അതാണ് പ്രശ്നം. ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഇനി മാസങ്ങളേ ഉള്ളൂ, 3-4 മാസമേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൂടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വെരിഫിക്കേഷൻ നമ്മളിതിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇലക്ട്രൽ റോളിൽ ബീഹാറിൽ 7.96 crore ഇലക്ടേഴ്സ് ഉണ്ട്. 7.96 crore വോട്ടേഴ്സാണ് ആസ് ഓഫ് January 1, 2025 ബീഹാറിലുള്ളത്. January 1, 2025 പ്രകാരം 7.96 കോടി വോട്ടേഴ്സ് ബീഹാറിലുണ്ട്. അപ്പം ഇവരിൽ 4.96 കോടി ഇൻഡിവിജ്വൽസ് അവർ 2003 ഇലക്ട്രൽ റോളിലുള്ളവരായിരുന്നു. 2003 ഇലക്ട്രൽ റോളിലുള്ളവരാണ് 4.96 കോടി ഇൻഡിവിജ്വൽസ്. അവർ ഒരു ഫ്രഷ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. 7.96 കോടി വോട്ടേഴ്സ് ബീഹാറിലുണ്ട്. അതിൽ 4.96 കോടി വോട്ടേഴ്സ് 2003 അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവരാണ്. അവർ അവരുടെ ഈ ഒരു റിവിഷൻ എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അവരുടെ ചിൽഡ്രനും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അവരുടെ ചിൽഡ്രൻ ഈ 2003 റോളിൽ അവരുടെ പേരൻസ് ഉണ്ടായിരുന്നത് പ്രൂവ് ചെയ്താൽ മാത്രം മതി, അതിൻ്റെ ഒരു എക്സ്ട്രാക്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഞാൻ 2003 ഇലക്ട്രൽ റോളിൽ ബീഹാറിൽ വോട്ടറായിരുന്നു കരുതിക്കോ. അപ്പോൾ എനിക്ക് ഫ്രഷ് ആയിട്ട് ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ മക്കൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം എൻ്റെ മക്കളും അത് എലിജിബിൾ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് അവർക്കും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഫ്രഷ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വരുള്ളൂ. പക്ഷേ ഹിന്ദു ഫർദറായിട്ട് ഈ ഇലക്ട്രൽ റോൾ എടുത്ത് സ്ക്രൂട്ടനൈസ് ചെയ്തൊക്കെ ഇപ്പോൾ 2003 റോളിലുള്ള അതൊരു സ്റ്റാറ്റിക് ഡോക്യുമെൻ്റ് അല്ലല്ലോ, മനുഷ്യനല്ലേ, ഒരുപാട് പേര് മരിച്ചു പോവും. അപ്പോൾ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു. അപ്പോൾ അല്ലെങ്കിൽ കുറേ പേര് മൈഗ്രേറ്റ് ചെയ്ത് പോയി. അപ്പോൾ അത് ഏതാണ്ട് 1.8 കോടി പേര് അത്തരത്തിൽ മരിക്കുകയോ ആ സ്റ്റേറ്റിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയോ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്. സുബീഷ, ഞാനൊരു വീഡിയോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വല്ലതും ഉണ്ടോ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഒരു അരമണിക്കൂർ. ഓക്കെ. അപ്പം ഈ 7.9 crore ഇലക്ടേഴ്സ് ഉണ്ട്. അതിൽ 4.9 crore ഇൻഡിവിജ്വൽസിന് ഇലക്ട്രൽ റോളിൽ ഉള്ളവർക്ക് ഇപ്പോൾ 2003 ഇലക്ട്രൽ റോളിൽ ഉണ്ടായിരുന്ന അവർക്ക് ഡോക്യുമെൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, അവരുടെ ചിൽഡ്രൻ ഡോക്യുമെൻ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കുറച്ച് പേരെ കൊടുക്കേണ്ട ആവശ്യമുള്ളെന്ന് തോന്നും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ 2003 ഇലക്ട്രൽ റോളിൽ ഉണ്ടായിരുന്ന 1.8 crore ആൾക്കാർ മരിച്ചുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 7.96 crore ഉള്ള ഈ പറഞ്ഞ ടോട്ടൽ വോട്ടേഴ്സിൽ വലിയൊരു വിഭാഗത്തിൽ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് അവസ്ഥ.
പക്ഷേ അത് പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞ സമയത്തിന് പരിധി ഭയങ്കര കുറവാണ്. നമുക്ക് ഇലക്ഷൻ നടക്കാൻ പോയാണ്. ഇപ്പോൾ അവർ ഫൈനൽ ഈ പിന്നെ ഇലക്ഷൻ റോളൊക്കെ അല്ലെങ്കിൽ ഇലക്ടേഴ്സ് റോളൊക്കെ ഉടനെ ഉണ്ടാക്കും. അതിനകത്ത് വെച്ച് ഇതെല്ലാം കൂടെ ഇപ്പം വേറൊരു പ്രശ്നത്തിൻ്റെ അകത്ത് പറയുന്നതാണെന്ന് അറിയാമോ, ഇവർ ആധാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവരുടെ ഒരു പ്രൂഫ് ഓഫ് ഡോക്യുമെൻ്റ് ആയിട്ട് അവർ ആധാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ റേഷൻ കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈ 2 സാധനങ്ങളാണ് ബീഹാറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളത്, ആധാറും പിന്നീട് റേഷൻ കാർഡും. അവർ പറഞ്ഞേക്കുന്ന 11 ഡോക്യുമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിൽ ആധാറും ഈ റേഷൻ കാർഡും ഇല്ല. ഈ 11 ഡോക്യുമെൻറ്റ്സിന് കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ബീഹാറിലെ പൊതുവേ ബർത്ത് സർട്ടിഫിക്കറ്റ് ആൾക്കാർ ഭയങ്കര കുറവാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ എക്സ്ക്യൂസ് അല്ല. ബീഹാർ അങ്ങനെ പുറകിലായി പോകുന്നതിന് ആരും ഉത്തരവാദിയല്ല. യഥാർത്ഥത്തിൽ ആ സ്റ്റേറ്റിൻ്റെ കുഴപ്പമാണ്. 20% താഴെ ആൾക്കാർക്കൊക്കെ ആ കാലഘട്ടത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്ന പറയുന്നത്. അന്ന് ഇന്ത്യയിൽ മൊത്തം ആവറേജ് 65-70% ആൾക്കാർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള കാലഘട്ടത്തിൽ പോലും ബീഹാറിലേക്ക് 20% പേർക്കൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാക്കി മാറ്റുന്നത് വലിയ പ്രശ്നം സൃഷ്ടിക്കും ബീഹാറിൽ. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു മാസത്തിനകത്ത് വെച്ച് ഈ 11 ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം സബ്മിറ്റ് ചെയ്ത് എസ്പെഷ്യലി പുവറും അണ്ടർ പ്രിവിലേജ്ഡും ആയിട്ടൊക്കെ ആൾക്കാർക്ക് അവരുടെ വോട്ട് ഉറപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തേണ്ട എക്സർസൈസ് തന്നെയാണ് ഇത്. 2029 ലോക്സഭാ ഇലക്ഷൻ വരുന്നുണ്ട്. ഇനിയിപ്പം 3 വർഷം കൂടെ ഉള്ളൂ, 3.5 വർഷം കൂടെ. ആ സമയത്തേക്ക് മാറ്റി വച്ചിട്ട് പതുക്കെ ഇത് നടപ്പാക്കിയാൽ യാതൊരു പ്രോബ്ലവും ഇല്ല. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തിരക്ക് പിടിച്ച് ചെയ്യുന്നത് അതൊരു ശരിയായ കാര്യമല്ല. എലിജിബിൾ വോട്ടേഴ്സ് ചിലപ്പം ലീവ് ഔട്ടായി പോവും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന്. ഒപ്പം ഈ ബീഹാർ പോലുള്ളൊരു സ്റ്റേറ്റിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെൻറ്റുകൾ സ്ട്രിക്റ്റായിട്ട് ആക്കുന്നതും ഒക്കെ വലിയ പ്രശ്നം സൃഷ്ടിക്കുക. അങ്ങനെയൊക്കെയാണ് ഈ എഡിറ്റോറിയൽ സിമ്പിളാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന എഡിറ്റോറിയലാണ്. അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഇതുപോലെ അത്ര പാടുള്ള എഡിറ്റോറിയലൊന്നുമല്ല, ഷിയർ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇത് ഒഡീഷയിലെ പുരി ജഗന്നാഥ് ടെമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുരി ജഗന്നാഥ് ടെമ്പിളിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രഥയാത്ര നടക്കുന്നത്. രഥയാത്ര. അപ്പം ഈ വർഷവും ഈ രഥയാത്ര എല്ലാ വർഷത്തെയും പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് അവിടെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാകുന്നു. സ്റ്റാമ്പേഡിൽ 3 പേര് മരിക്കുന്നു, ഏതാണ്ട് 50ഓളം പേര് ഇൻജേർഡ് ആവുന്നു. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ 12 മാസത്തിനകത്ത് 9 സ്റ്റാമ്പേഡ്സാണ് ഉണ്ടായത്. ഈ 9 സ്റ്റാമ്പേഡ്സിൽ 6 എണ്ണവും റിലീജിയസ് ഗ്യാതറിങ്സിലായിരുന്നു. പിന്നെ സെലിബ്രിറ്റീസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഇവൻറ്റ്സിലൊക്കെയും സംഭവിച്ചു. അങ്ങനെ 9 സ്റ്റാമ്പേഡ്സാണ് ഈ കഴിഞ്ഞ 12 മാസം ഒരു വർഷത്തിനകത്ത് ഇന്ത്യയിലുണ്ടായത്. നമ്മളൊന്നും പഠിക്കുന്നില്ല. എന്നിട്ട് ഇപ്പോൾ പുരിയിൽ ഉണ്ടാവാനുള്ള കാരണവും കംപ്ലീറ്റ് നെഗ്ലിജൻസും സെക്യൂരിറ്റി ലാപ്സും കൊണ്ട് തന്നെയാണ് ഈ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഒഡീഷ ഗവൺമെൻറ് ഇപ്പോൾ അവർ അതിനെക്കുറിച്ചുള്ള എൻക്വയറിയൊക്കെ പ്രോബൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രോബ് ഓർഡർ ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു വരുമോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ചാരിയറ്റ് പ്രൊസഷനാണ് ഈ പറഞ്ഞ ഈ ലോർഡ് ജഗന്നാഥ് ടെമ്പിൾ പുരിയിൽ നടക്കുന്നത്. അപ്പം ഇതിൽ ഏതാണ്ട് ഒരു മാസം ആണ് ആ ഫെസ്റ്റിവൽ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ 9 ഡേ അവിടുത്തെ ഈ ഉത്സവത്തിനിടയിൽ നടക്കുന്ന 9 ദിവസത്തെ ഈ രഥയാത്രയാണ്, ചാരിയറ്റ് പ്രൊസഷനാണ്. അപ്പോൾ ചാരിയറ്റ് പ്രൊസഷനാണ്. അപ്പോൾ ഇപ്രാവശ്യവും അത് സ്റ്റാർട്ട് ചെയ്തു. ഇത് പിന്നെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ജഗന്നാഥ് ടെമ്പിളിൽ ലോർഡ് ജഗന്നാഥ് ഈ പറഞ്ഞ രഥയാത്രയുടെ സമയത്ത് സഞ്ചരിക്കുന്നതെന്നൊക്കെയാണ് ഇത് കൊടുത്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2 സിബ്ലിങ്സിനൊപ്പം. അതെല്ലാം വിശ്വാസങ്ങളാണ്. ബാലഭദ്ര, സുഭദ്ര എന്ന് പറയുന്ന 2 സിബ്ലിങ്സിനൊപ്പം അവരുടെ ആൻറ്റിയുടെ പിന്നീട് ഹോമിലേക്ക് പോകുന്നതായിട്ടാണ് എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. അപ്പം ഏതാണ്ട് 50 ലക്ഷം ഭക്തരാണ് ഇത് ഒരു 3 കിലോമീറ്റർ റേഡിയസിൽ ഈ അമ്പലത്തിന് ചുറ്റിലും നിന്ന് ഈ ഒരു പ്രൊസഷൻ കാണുന്നത്, ഈ ചാരിയറ്റ് പ്രൊസഷൻ കാണുന്നത്. അപ്പോൾ അന്ന് ആലോചിക്കണം, 3 കിലോമീറ്റർ ചുറ്റളവിനകത്ത് 50 ലക്ഷത്തോളം ആൾക്കാരാണ് ഇത് വിറ്റ്നസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്, ഇന്നലെ തുടങ്ങിയല്ല, നൂറ്റാണ്ടുകളായിട്ട് ഉള്ള സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി യാതൊരു ഇത്തരത്തിലുള്ള അൺടുവേർഡ് ഇൻസിഡൻസ് ഉണ്ടാവാതെ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കടമയാണ്.
പക്ഷേ അവിടെ ഗവൺമെൻറ് പരാജയപ്പെടുന്നു. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഗവൺമെൻറ്റുകൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒഡീഷയെ മാത്രം ഒറ്റപ്പെടുത്തിയതിനെ ആക്രമിക്കുന്നത് ശരിയല്ല. കാര്യം പറഞ്ഞേക്കുന്നുണ്ടല്ലേ, കഴിഞ്ഞ 12 മാസത്തിനകത്ത് വെച്ച് 9 ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് സ്റ്റാമ്പേഡ് സൈൻഡിലുണ്ടായത്. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റും ഒന്നും പഠിക്കുന്നില്ല. കേരളത്തിലുണ്ട് ഉണ്ടായിട്ടുണ്ട് സ്റ്റാമ്പേഡ്. ഈ അടുത്ത കാലത്തില്ലെങ്കിലും കുറച്ച് കാലം മുമ്പ് ശബരിമലയിലും മകരവിളക്ക് സമയത്ത് എത്രയോ പേര് മരിച്ചിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഒരുപാട് വർഷം മുമ്പൊന്നുമല്ല, എനിക്ക് ഒരു 10-15 വർഷത്തിന് അകത്ത് വെച്ച് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ആരും ഇതിൽ കംപ്ലീറ്റ്ലി സേഫ് അല്ല ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ എന്തായാലും ഈ ജഗന്നാഥൻ്റെ ഈ ലോർഡ് ജഗന്നാഥൻ്റെ ഈ രഥയാത്രയിൽ അൺപ്രസിഡൻ്റഡ് ആയിട്ടുള്ള റഷ് ഉണ്ടാവുകയാണ് തുടക്ക ദിവസം തന്നെ. അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ പ്രൊസഷനിൽ ലോർഡ് ജഗന്നാഥിൻ്റെ ആ ഒരു രഥം മാത്രം ഒരു ദിവസം പിന്നീട് ജേണി ആ ഒരു പ്രൊസഷൻ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിബ്ലിങ്സ് 2 പേരുണ്ടെന്ന് പറഞ്ഞില്ല, അവരുടെ ചാരിയറ്റ്സിൻ്റെ പിന്നീട് പ്രൊസഷൻ മാത്രമാണ് ഫസ്റ്റ് ഡേയിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നിട്ട് പോലും ആ അൺപ്രസിഡൻറ്റഡ് റഷ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് പറ്റിയൊരു വേറൊരു പ്രശ്നമായിട്ട് നീ പറഞ്ഞേക്കുന്നത് വെച്ചാൽ, സ്ഥിരമായിട്ടുള്ളൊരു എക്സിറ്റ് ഗേറ്റ് അവർ അടച്ചു കഴിഞ്ഞു VIP എൻട്രിക്ക് വേണ്ടിയിട്ട്. സ്ഥിരമായിട്ടുള്ളൊരു എക്സിറ്റ് ഗേറ്റ്. അപ്പോൾ എൻട്രിയും എക്സിറ്റും സാധാരണക്കാരന് ഒരു വഴി കൂടെ ആയി. എൻട്രി എക്സിറ്റ് സാധാരണക്കാരന് ഒരു വഴി കൂടെ ആയി. വേറൊരു വഴി എക്സിറ്റ് പോയിൻ്റ് ഉണ്ടായിരുന്നത് VIPസിന് വേണ്ടിയിട്ട് അവർ ക്ലോസ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പ്രൊസഷനായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസും കൊണ്ട് ട്രക്സും കൂടെയൊക്കെ ആ വഴി കയറി വന്ന് ആകെപ്പാടെ വിഷയമായി. ആൾക്കാർ, കുട്ടികളും സ്ത്രീകളും ഒക്കെ ഒരുപാട് പങ്കെടുക്കുന്ന എൽഡർലി ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ അവർ ആകെപ്പാടെ ഒരു സ്റ്റാമ്പേഡ് ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അവിടെ ആൾക്കാർ മരിക്കുന്നു, 50ഓളം ആൾക്കാർ ഇൻജേർഡ് ആവുന്നു. അപ്പോൾ ഇന്ത്യയിലെ VIP കൾച്ചറാണ് ഇപ്പം നടന്ന ഈ സ്റ്റാമ്പേഡിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. VIPകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സിസ്റ്റം. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പം VIPക്ക് വേണ്ടിയിട്ടൊരു സാധാരണക്കാരൻ്റെ പോയിൻ്റ് എക്സിറ്റ് പോയിൻ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് പിന്നീട് അത് VIP-കളുടെ എൻട്രി പോയിൻ്റ് ആക്കി മാറ്റിയത്. അപ്പോൾ VIPകൾക്ക് ഒന്നുകിൽ VIP കൾച്ചർ ഇന്ത്യയിൽ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇത്രയും പ്രശ്നം നടക്കാൻ സാധ്യതയുള്ള ഇത്രയും തിരക്ക് പിടിച്ച സ്ഥലങ്ങളിൽ ഒന്നുകിൽ തുടക്കത്തിലോ അവസാനത്തോ, അതായത് ഈ ഫെസ്റ്റിവൽസിൻ്റെ ബിഗിനിങ്ങിലോ എൻഡിലോ മാത്രം VIP-കളുടെ ആ ഒരു എൻട്രി അനുവദിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുക എന്നൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഹിന്ദു ഇന്നത്തെ 2 എഡിറ്റോറിയൽസ് എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾസിൽ GST റിഫോം ആൻഡ് അൺഫിനിഷ്ഡ് ബിസിനസ് ഇൻ ടൊബാക്കോ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. സംഭവം എന്ന് വെച്ചാൽ GST നമ്മൾ ഇന്ത്യയിൽ സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റിഫോംസിൽ ഒരെണ്ണമാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. 2017 ജൂലൈ 1 നിലവിൽ വന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ അത് 8 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കംപ്ലീറ്റ് ചെയ്തപ്പോൾ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റമായിട്ട് അത് മാറി. ഈ GST ഇന്ത്യയിൽ നിലവിൽ വന്നപ്പോൾ എല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു. എല്ലാവരും അല്ല, ഒപ്പോസിഷൻ പാർട്ടീസ്. കാരണം ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇത് ബിസിനസ്സുകളെയൊക്കെ തകർക്കും, അതുപോലെ ഈ മാനുഫാക്ചറിങ് സ്റ്റേറ്റുകൾക്ക് ഭയങ്കര റവന്യൂ ലോസ് ഉണ്ടാവുന്നതൊക്കെ. പക്ഷേ അത് പിന്നീട് കാലം തെളിയിച്ചു, ക്രിട്ടിക്സ് പറഞ്ഞ എല്ലാം തെറ്റായിരുന്നു. കാര്യം ഏറ്റവും കൂടുതൽ ഓരോ വർഷവും കഴിയുന്തോറും ടാക്സ് കളക്ഷൻ GSTയിൽ ഗവൺമെൻറ് കൂടി പോയാൽ, കേരളം ഒരു മാനുഫാക്ചറിങ് സ്റ്റേറ്റ് അല്ല, ഒരു കൺസ്യൂമിങ് സ്റ്റേറ്റാണ്. എന്നിട്ട് പോലും കേരളത്തിന് കഴിഞ്ഞ വർഷം GST കളക്ഷൻ ഏതാണ്ട് 22,000 കോടി, എത്രയോ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ട്. കേരളത്തിന് പണ്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നേക്കാളും ഭയങ്കരമായ വളർച്ചയാണ് GST കളക്ഷനുണ്ടായത്. എല്ലാ സ്റ്റേറ്റുകൾക്കും അങ്ങനെ തന്നെയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മൊത്തത്തിൽ കഴിഞ്ഞ വർഷം GST ആയിട്ട് കളക്ട് ചെയ്ത് 22 ലക്ഷം കോടിയാണ് എന്നും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് വാല്യൂ ആഡഡ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, അങ്ങനെ പല ടാക്സുകളുണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റുകൾ അവർക്ക് തോന്നിയ രീതിയിലാണ് ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് വന്നതോടുകൂടി ഒരു യൂണിഫോം ടാക്സ് ഇന്ത്യയിൽ മുഴുവൻ നിലവിൽ വരികയാണ്. യൂണിഫോം ആയിട്ടുള്ള ടാക്സ് സ്ലാബുകൾ, അതായത് 0%, 5%, 12%, 18%, 28%, ഇത്രയും ടാക്സ് സ്ലാബ് ഇന്ത്യയിലുള്ളൂ GSTയുടെ അണ്ടറിൽ. ഈ ടാക്സ് സ്ലാബുകൾ മാത്രമേ ഓരോ സ്റ്റേറ്റിനും യൂസ് ചെയ്യാനും പറ്റൂ. മുമ്പ് അങ്ങനെയുള്ള കേരളത്തിനൊരു ടാക്സ് സിസ്റ്റം, തമിഴ്നാടിനൊരു ടാക്സ് സിസ്റ്റം. ഇപ്പോഴും പെട്രോളിയവും ഒക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. പെട്രോളിന് കേരളത്തിൽ വില കൂടുതലും തമിഴ്നാട്ടിൽ വില കുറവാണ്. കാര്യം എന്താ, നമ്മൾ അതിൻ്റെ മുകളിൽ ഇപ്പോഴും GST ഇല്ല. അതുകൊണ്ട് ഓരോ സ്റ്റേറ്റ് അവർക്ക് തോന്നിയ പാടാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ GSTയുടെ പരിധിക്കകത്ത് കൊണ്ടുവന്ന ഈ പറഞ്ഞ പെട്രോളിയം പ്രോഡക്ട്സിനും ഇലക്ട്രിസിറ്റിക്കും എല്ലാം ലിക്വറിനും എല്ലാം ഏതാണ്ട് ഒരേ പ്രൈസാവും എല്ലാ സ്റ്റേറ്റിലും. അപ്പോൾ ഇങ്ങനെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റമായിട്ടാണ് GST വരുന്നത്. അതുമാത്രമല്ല, പിന്നെ വേ ബില്ലിംഗ് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കൂടുതൽ ബിസിനസ്സുകൾക്ക് ഈ സംഭവം ഈസിയാക്കി. ചെക്ക് പോസ്റ്റുകളിൽ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കാത്തുകിടക്കേണ്ട പ്രശ്നങ്ങൾ ഒഴിവായി. അങ്ങനെ ബിസിനസ്, അതുപോലെ കൂടുതൽ ഡിജിറ്റൈസേഷൻ കൊണ്ടുവന്ന് കൂടുതൽ ടാക്സ് കംപ്ലയൻസ് എൻഷുർ ചെയ്തു. അങ്ങനെ ടാക്സ് ബേസ് കൂടി, സർക്കാരുകളുടെ വരുമാനം കൂടി, ബിസിനസ്സുകൾക്ക് അത് കൂടുതൽ കൂടുതൽ ഇത് ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ട് മാറി. ഇന്ന് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റമായിട്ട് GST മാറി.
അപ്പോഴും ജി എസ് ടിക്കകത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അപ്പം ജി എസ് ടി കൗൺസിൽ ഈസ് ദ എംപവേർഡ് ബോഡി ടു ടേക്ക് പോളിസി ഡിസിഷൻസ് റിഗാർഡിംഗ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജി എസ് ടി ഇൻ ഇന്ത്യ ആൻഡ് ജി എസ് ടി കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് India's finance minister and various states' finance ministers. So the chairperson of GST Council is Finance Minister of India, that is Nirmala Sitharaman, and next GST Council is going to happen very soon. At that time, since it is a very എന്താ പറയുന്ന ഇതൊരു മെച്യൂർഡ് സിസ്റ്റമായിട്ട് മാറി, അപ്പോൾ ജി എസ് ടി കളക്ഷനായി കൂടിയതുകൊണ്ട് റേറ്റ് റാഷണലൈസേഷൻ കൊണ്ടുവരണമെന്നൊരു അഭിപ്രായമുണ്ട്. റേറ്റ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ലാബൊന്നും വേണ്ട, 2-3 സ്ലാബുകൾ മതി, എന്നിട്ട് കുറച്ച് പ്രൊഡക്ട്സിൻ്റെ മുകളിൽ ടാക്സ് കുറയ്ക്കണം, അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരമാവും. അങ്ങനെ കുറേ സജഷൻസ് ഉണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ് പെട്രോളിയം പ്രോഡക്ട്സിനെ ജി എസ് ടിയുടെ പരിധി കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്രോളിയം പ്രോഡക്ട്സിനെ ജി എസ് ടിയുടെ പരിധി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പുതുതായിട്ട് നടക്കാൻ പോകണം. അപ്പോൾ ഈ ആർട്ടിക്കിൾ എഴുതിയേക്കുന്ന ആൾ പറഞ്ഞേക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ പിന്നെ 2ാം സ്ഥാനത്താണ് ടൊബാക്കോ പ്രോഡക്ട്സിൻ്റെ യൂസേജിൽ ഇന്ത്യക്കാർ. അപ്പോൾ ഈ ടൊബാക്കോ പ്രോഡക്ട്സ് ടാക്സ് ചെയ്യണം ഭയങ്കര ഹൈ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ലിക്കറിന് ഭയങ്കര ഹൈ ടാക്സ് ഏർപ്പെടുത്തിക്കുന്നത്, അതുകൊണ്ടാണ് ജി എസ് ടിക്കകത്ത് ലിക്കർ ഇല്ലാത്ത. പക്ഷേ ടൊബാക്കോ പ്രോഡക്ട്സ് ജി എസ് ടിയുടെ പരിധിക്കകത്ത് ഉണ്ടായിരുന്നിട്ടും ടൊബാക്കോയുടെ മുകളിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ജി എസ് ടി എന്ന് പറയുന്നത് മറ്റ് ഡെവലപ്ഡ് നേഷൻസ് പലതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതുകൊണ്ട് ടൊബാക്കോ പ്രോഡക്ട്സ് ഇപ്പോഴും ഇന്ത്യയിൽ അഫോർഡബിൾ ആണ് കോമൺ മാൻ, എസ്പെഷ്യലി സിഗരറ്റ്, ബീഡി, അതർ ഈ ചൂ ചെയ്യുന്ന ടൊബാക്കോ പ്രോഡക്ട്സ് എല്ലാം. അപ്പം അത് ഇന്ത്യയിൽ ടൊബാക്കോ പ്രോഡക്ട്സ് കോമൺ മാനിന് കൂടുതൽ ആക്സസിബിൾ ആവാൻ കാരണമാകുന്നു. അത് ഇന്ത്യയിൽ വലിയ ഹെൽത്ത് കോസ്റ്റ് ഉണ്ടാക്കുന്നു. ഒത്തിരി ആൾക്കാർ ഓരോ വർഷവും ടൊബാക്കോയുടെ മിസ്യൂസ് കൊണ്ടും അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള യൂസ് കൊണ്ടും മരിച്ചു പോകുന്നു. 3500 ഡെത്ത്സാണ് ഉണ്ടാകുന്നത്. അത് മൂലം 2340 ബില്യനാണ് നമ്മളുടെ എക്കണോമിക് ബേർഡൻ വരുന്നത്, ഇതിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും ഒക്കെ ആയിട്ട്. അത് ഇന്ത്യയുടെ 1.4% GDP ആണ്. എന്നാൽ ജി എസ് ടി കളക്ഷൻ, ടൊബാക്കോയിൽ നിന്നുള്ള ജി എസ് ടി കളക്ഷൻ $551 ബില്യൺ നമുക്ക് കിട്ടുന്നുള്ളൂ. ടൊബാക്കോയിൽ നിന്നുള്ള ജി എസ് ടി കളക്ഷൻ $551 ബില്യൺ കിട്ടുമ്പോൾ അതിൽ നിന്നുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബേർഡൻ ഗവൺമെൻറ് വരുന്ന അതിൻ്റെ 5 ഇരട്ടിയാണ് അല്ലേ. അപ്പോൾ ടൊബാക്കോയുടെ മുകളിൽ 75% വരെ ടാക്സ് ഏർപ്പെടുത്തണം എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ അതിനേക്കാളും വളരെ കുറവാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിൽ ടൊബാക്കോ പ്രോഡക്ട്സിൻ്റെ മുകളിലുള്ള ജി എസ് ടി കളക്ഷൻ ഭയങ്കരമായിട്ട് കൂട്ടണം, എന്നിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് ഇതുമൂലം ഉണ്ടാകുന്ന എക്കണോമിക് ബേർഡൻ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടും. ഒപ്പം തന്നെ ഇത് കോസ്റ്റ്ലി ആവുന്നതുകൊണ്ട് ഇതിൻ്റെ അഫോർഡബിലിറ്റി കുറയുന്നത് കൊണ്ട് ഇതിൻ്റെ യൂസേജ് കുറയും. ഇപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ടൊബാക്കോ കൺസ്യൂമിങ് കൺട്രിയാണ്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സൈൻ. അപ്പം അതാണ് ഈ ആർട്ടിക്കിളിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇനി ഈ ഒരു ആർട്ടിക്കിൾ വായിക്കുന്നത് നല്ലതാണ്. ക്യാൻ എ ജി ഐ ടാഗ് പ്രിവെൻറ്റ് കൾച്ചറൽ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. ജി ഐ ടാഗ് അറിയാമല്ലോ, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. ഇപ്പം മലയാളികൾക്ക് ജി ഐ ടാഗ് എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ 2-3 പ്രൊഡക്ട്സിൻ്റെ പേര് പറഞ്ഞാൽ മതി. ആറന്മുള കണ്ണാടി, ആലപ്പുഴ കയർ, അമ്പലപ്പുഴ പാൽപ്പായസം, ഇതെല്ലാം കേരളത്തിൽ നിന്നുള്ള ജി ഐ പ്രൊഡക്ട്സ് ആണ്. ജി ഐ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ എന്നാണ് പറഞ്ഞത്. ജി ഐ എന്താണ്? ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ. ആ ടാഗ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ആ പ്രദേശത്തിൻ്റെ ആണെന്നും ആ പ്രദേശത്തിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യയിൽ ജി ഐ ടാഗ് കിട്ടിയ 600-ലധികം പ്രോഡക്ട്സ് ഉണ്ട്. ഇന്ത്യയിൽ ജി ഐ ടാഗ് കിട്ടിയ 658 പ്രോഡക്ട്സ് ഉണ്ട്. കാശ്മീരിൽ നിന്ന് പഷ്മിന എന്ന് പറയുന്ന ചെമ്മരിയാടിയിൽ നിന്ന് കിട്ടുന്ന ഊള് ഉപയോഗിച്ചുണ്ടാക്കുന്ന പഷ്മിന ഷോള്. തമിഴ്നാടിൽ നിന്ന് കാഞ്ചീപുരം സിൽക്ക് കേട്ടിട്ടില്ലേ? കാഞ്ചീപുരം സിൽക്ക്. അതുപോലെ ഗുണ്ടൂരിലെ റെഡ് ചില്ലി. കേരളത്തിൽ ഞാൻ പറഞ്ഞു ആറന്മുള കണ്ണാടി, അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ, തിരുപ്പതി ലഡു, ഇങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ്. ഇതെല്ലാം പിന്നീട് മധുബനി പെയിൻറ്റിങ്, ഇതെല്ലാം ജി ഐ ടാഗ് ഉള്ളതാണ്. അതൊരു ടൈപ്പ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് കൺട്രിയിലെ ഒരു റീജിയൻ്റെ അല്ലെങ്കിൽ ലൊക്കാലിറ്റിയുടെ ആണ് ആ പ്രോഡക്റ്റ് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ്. അതുപോലെ അതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് തന്നെ കാണും, ക്യാരക്ടറിസ്റ്റിക്സ് കാണും. അതെല്ലാം നമുക്ക് ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പോലെ, IP പോലെ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലത്, അതുപോലെ നമുക്ക് പതിച്ച് കിട്ടുന്നൊരു സംഭവമാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, ജി ഐ ടാഗ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ വാർത്തയാവാൻ കാരണം
നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, വളരെ ലോക ഫേമസ് ആയിട്ടുള്ള ഒരു ലക്ഷറി ബ്രാൻഡാണ് പ്രാഡ എന്ന് പറയുന്ന ബ്രാൻഡ്. ഇത് ഇറ്റാലിയൻ ബ്രാൻഡാണ്. അവർ നമ്മളെ GI ടാഗുള്ള മഹാരാഷ്ട്രയുടെ പ്രോഡക്റ്റായ കോലാപുരി ചെരുപ്പ്, കോലാപുരി ചപ്പൽസ് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. കോലാപുരി ചപ്പൽസ് മഹാരാഷ്ട്രയിലെ സ്ഥലമാണ്. ഇവിടെ ഉണ്ടാക്കിയ ചപ്പൽസാണ് കോലാപുരി ചപ്പൽസ്. ഇത് GI ടാഗുള്ളതാണ്. പക്ഷേ യവന്മാർ ഇത് കോപ്പി അടിച്ചു. ആര്? ഈ ഇറ്റാലിയൻ ബ്രാൻഡായ ലക്ഷറി ബ്രാൻഡായ പ്രാദ എന്ന് പറയുന്ന ബ്രാൻഡ്. അത് GI ടാഗുള്ള പ്രോഡക്റ്റ് ആയിരുന്നിട്ട് അവരത് കോപ്പി അടിച്ചു. അവർ മിലാനിൽ നടന്നൊരു ഫാഷൻ ഫെസ്റ്റിവലിൽ ഇത് അതിൻ്റെ പേരിൽ ഇപ്പം പ്രശ്നം നടക്കുകയാണ്. ഇത് പണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കാര്യം ഇവർ പറയുന്നുണ്ട്, പണ്ട് നമ്മളെ ബസ്മതി റൈസ് അമേരിക്കയിലൊരു കമ്പനി അടിച്ചുകൊണ്ട് പോയിട്ട് അവർ ബസ്മതി എന്നുള്ള പേര് തന്നെ വിൽക്കാൻ തുടങ്ങി. ഇന്ത്യ പ്രശ്നം ഉണ്ടാക്കി അവസാനം അവർക്ക് ആ പേര് റിമൂവ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ വേറെ കുറേ പ്രോഡക്ട്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ ടർമറിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്മൾക്ക് ഈ ടർമറിക് റിലേറ്റഡ് ആയിട്ടുള്ള ആയുർവേദ പ്രോഡക്റ്റുകൾക്കൊക്കെ പേറ്റൻറ്റും GI ടാഗൊക്കെ ഉള്ളത്. പക്ഷേ അത് അമേരിക്കയിലൊരു കമ്പനി പണ്ട് അടിച്ചുകൊണ്ട് നോക്കി. പക്ഷേ അതൊന്നും നടന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതിന് സമാനമായിട്ടൊരു സംഭവമാണ് ഇപ്പോൾ ഈ കോലാപുരി ചപ്പലിൻ്റെ കേസിൽ ഈ ഇറ്റാലിയൻ കമ്പനി ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ GI ടാഗ് കൊടുക്കുന്നതെന്നും അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാകുന്ന യഥാർത്ഥത്തിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ട്രിപ്സ് എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എഗ്രിമെൻറ്റ് 1995. WTOയുടെ അണ്ടറിൽ ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എഗ്രിമെൻറ്റ് 1995 എന്നൊരു സംഭവമുണ്ട്. ഈ ട്രിപ്സിൻ്റെ ഒരു സിഗ്നറ്ററിയാണ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇന്ത്യയിൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999 എന്ന് പറഞ്ഞൊരു ആക്ട് വരുന്നത്. അത് 2003 നിലവിൽ വരുന്നത്. ആക്ട് ഉണ്ടാക്കുന്ന 1990 ആണെങ്കിലും അതിൻ്റെ ബേസിലാണ് ഇന്ത്യയിൽ GI രജിസ്ട്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്നതും ആൻഡ് അൺഓതറൈസ്ഡ് യൂസ് പ്രൊഹിബിറ്റ് ചെയ്യുന്നതും ഒക്കെ. മനസ്സിലായോ? അപ്പോൾ ഈ GI ടാഗ് ഒരു സംഭവത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഗ്ലോബലി അതിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രിപ്സ് എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ട്രിപ്സ് അത് 1995 ട്രിപ്സ് നിലവിൽ വരുന്നത്. WTOയിൽ ട്രിപ്സിൻ്റെ എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞത് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രിപ്സ്. അതിലൊരു സിഗ്നറ്ററിയാണ് ഇന്ത്യ. അതുകൊണ്ട് ഈ ട്രിപ്സിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യ ഒരു നിയമം ഉണ്ടാക്കിയാണ്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് ബ്രാക്കറ്റിൽ രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999. ആക്ട് വരുന്നത് 1990 പക്ഷേ നിലവിൽ വരുന്നത് 2002 ഈ ആക്ടിനെ ബേസ് ചെയ്ത് ഇന്ത്യ ട്രിപ്സിൻ്റെ ബേസിൽ ഇന്ത്യ ഉണ്ടാക്കിയ ആക്ടായ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999 ബേസിൽ ഇന്ത്യ GI രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. ആരെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്താൽ അത് പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷൻസും ഈ ആക്ടിൻ്റെ അകത്താണുള്ളത്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിപ്പം ചർച്ച വരാൻ കാരണം കോലാപുരി ചപ്പൽ എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിലെ കോലാപുരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. പക്ഷേ അത് പ്രാദ എന്ന് പറയുന്ന ഇറ്റാലിയൻ കമ്പനി അത് കോപ്പി അടിച്ചു. ഇത് കണ്ടോ? ബീഹാർ ഹാസ് കൺസിസ്റ്റൻ്റ്ലി ഫാളൻ ബിഹൈൻഡ് ഇൻ രജിസ്റ്ററിങ് ബർത്ത് റിപ്പോർട്ട് ഷോസ് എന്ന് പറഞ്ഞാൽ അത് ബീഹാറിൽ ചൈൽഡ് രജിസ്ട്രേഷനൊക്കെ ബർത്ത് രജിസ്ട്രേഷനൊക്കെ ഭയങ്കര പുവറാണ് എന്നുള്ളൊരു ന്യൂസാണ്. പാകിസ്ഥാൻ calls upon India to restore Indus Water Treaty. What is Indus Water Treaty? IWT is the water sharing treaty between India and Pakistan, which was brokered by World Bank in the year of 1960. That Indus Water Treaty, the IWT shares water between India and Pakistan. The water from 6 rivers of India. That is Indus, Ravi, Bias, Chalam, Chenab, Satluj. Indus, Ravi, Bias, Satluj, Chalam, Chenab. These are the 6 rivers. These all 6 rivers originates from India and flow to Pakistan. So this Indus Water Treaty was devised to share these water of these 6 rivers. That was brokered by World Bank in the year of 1960. But India now suspended that treaty after Pahalgam terrorist attack. അപ്പോൾ അത് ആണ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വീണ്ടും അത് പുനരാരംഭിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടേക്കുന്നു. ചൈന സേസ് ബോർഡർ ഡിസ്പ്യൂട്ട് വിത്ത് ഇന്ത്യ കോംപ്ലിക്കേറ്റഡ്, റെഡി ഫോർ ഡീലിമിറ്റേഷൻ ടോക്സ്. അപ്പോൾ അത് ചൈന ഇന്ത്യ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ബോർഡർ ഡിസ്പ്യൂട്ട് ഉണ്ട്, അതിർത്തി തർക്കം. അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നും
ഇന്ത്യ ചൈനയായിട്ടുള്ള അതിർത്തി തർക്കം പരിഹരിക്കാൻ സമയമെടുക്കുമെന്നൊക്കെയാണ് ചൈന ഇന്നലെ പറഞ്ഞേക്കുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇപ്പോൾ ചൈനയിലുണ്ട്. അദ്ദേഹം SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഡിഫൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ചൈനീസ് സിറ്റിയായ കിങ്ദാവോയിൽ പോയപ്പോഴാണ് ഈ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഉള്ള അതിർത്തി വേർതിരിക്കുന്ന സംഭവമാണ് LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. പിന്നെ ഇന്ത്യ പ്രിസിഷൻ സർവേലൻസിന് വേണ്ടിയിട്ട് 52 സാറ്റലൈറ്റ്സ് സെൻഡ് ചെയ്യാൻ പോകണം ഇന്ത്യയുടെ ഡിഫൻസിന് വേണ്ടിയിട്ട്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തൊക്കെ എക്സാക്റ്റ് ആയിട്ട് പാകിസ്ഥാൻ്റെ ഓരോരോ ലൊക്കേഷൻസ് ട്രാക്ക് ചെയ്യാനൊക്കെ നമ്മളെ സഹായിച്ചത് നമ്മുടെ സാറ്റലൈറ്റ്സ് ആണ്. സോ ഒൺലി ഫോർ സ്പെസിഫിക് ഡിഫൻസ് പർപ്പസ്, ഒൺലി ഫോർ സർവേലൻസ്, ഇന്ത്യ ഈസ് ഗോയിങ് ടു സെൻഡ് 52 മോർ സാറ്റലൈറ്റ്സ്. അപ്പോൾ അത് പ്രൈവറ്റ് ഏജൻസീസും ISROയും ചേർന്നാണ് ചെയ്യാൻ പോണത്. ദ ഡിഫൻസ് സ്പേസ് ഏജൻസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് എൻ്റെ അണ്ടറിൽ. അവരാണ് അതൊക്കെ ഓവർസീ ചെയ്യാൻ പോകുന്നത്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇത് നമ്മൾ ഇന്നലെ എഡിറ്റോറിയലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മഹാരാഷ്ട്രയിൽ ഹിന്ദി 1ാം ക്ലാസ് തൊട്ട് നടപ്പാക്കിയപ്പോൾ അവിടെ പ്രശ്നം വന്നു. അത് ഇപ്പോൾ അത് വിത്ഡ്രോ ചെയ്തു. അതിനെക്കുറിച്ചൊരു ന്യൂസ്. അത് മഹാരാഷ്ട്രയുടെ ആഭ്യന്തര കാര്യമാണ്, നമ്മൾ വലുതായിട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇന്ത്യയിൽ നാഷണൽ കോഓപ്പറേറ്റീവ് പോളിസി വരാൻ പോയാണ്. അപ്പോൾ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെല്ലാം അതിൻ്റെ ബേസിൽ ഒരു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് പോളിസി January 31, 2026 അനൗൺസ് ചെയ്യണമെന്ന് ഇന്ത്യയുടെ കോഓപ്പറേഷൻ മിനിസ്റ്റർ അമിത് ഷാ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ കോഓപ്പറേഷൻ മിനിസ്റ്ററാണ് അമിത് ഷാ. പിന്നെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 5 നേഷൻ ടൂറിന് പോകുന്നു. അതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട ബ്രിക്സ് സമ്മിറ്റാണ്. ബ്രിക്സ് സമ്മിറ്റ് ആക്ച്വലി ദ മെയിൻ അജണ്ട ഇൻ ഹിസ് ദിസ് 5 നേഷൻ ടൂർ ഈസ് ബ്രിക്സ് സമ്മിറ്റ്. ബ്രിക്സ് സമ്മിറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ബ്രസീൽ. Brazil is the current host of BRICS Summit. And BRICS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, there are 11 nations in the BRICS grouping. Originally there were only 5 nations, Brazil, Russia, India, China, South Africa. That's why that organization got the name BRICS. Originally there were only 5 nations. After that പിന്നെ ഈജിപ്റ്റ് വരുന്നു, ഇറാൻ വരുന്നു, UAE വരുന്നു, എത്യോപ്യ വരുന്നു, പിന്നീട് പിന്നെ ഇന്തോനേഷ്യ വരുന്നു, പിന്നെ ഏതാ ഒരു രാജ്യം കൂടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ 10 ആയുള്ളൂ, 11 രാജ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ 11 നേഷൻസ് മീറ്റിംഗ് ആണ് ഈ പറഞ്ഞ ബ്രസീലിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് സമ്മിറ്റ്. അതിന് പോകുമ്പോൾ അദ്ദേഹം തൊട്ടടുത്ത് കിടക്കുന്ന അർജൻറ്റീന വിസിറ്റ് ചെയ്യും. അർജൻറ്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മിലേയി ആയിട്ട് അദ്ദേഹം മീറ്റ് ചെയ്യും. അർജൻറ്റീനയുടെ പ്രസിഡൻ്റാണ് ജാവിയർ മിലേയി. ഒപ്പം അദ്ദേഹം ഖാന വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഖാന ഈസ് ആൻ ആഫ്രിക്കൻ കൺട്രി. ഖാന, GHANA, ഖാന. അതുപോലെ അദ്ദേഹം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, അത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമീബിയ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മോദി ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, നമീബിയ, ഖാന, അർജൻറ്റീന, ബ്രസീൽ, 5 നേഷൻസ്. അപ്പോൾ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ വിസിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് മോദി എന്ന് പറഞ്ഞത്. ആദ്യത്തെ അല്ല, മിസ്റ്റർ മോദി വിസിറ്റ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ വിൽ ബി ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വിൽ വിസിറ്റ് ഫ്രം ഇന്ത്യ സിൻസ് 1999. അല്ല, ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ അല്ല, അതിനു മുമ്പ് പോയിട്ടുണ്ട്. 1999 ശേഷം ആരും അങ്ങോട്ട് പോയിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഇന്ത്യയിൽ ഭയങ്കര മഴ കിട്ടാൻ പോയാണ് ഈ മാസം ജൂലൈയിലൊക്കെ എന്നാണ് IMD പറഞ്ഞത്. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഇന്ത്യ ടു ഗെറ്റ് എബോവ് നോർമൽ റെയിൻ ഇൻ ജൂലൈ ഫോർകാസ്റ്റ് IMD. ഇന്ത്യ മൺസൂൺ ഇന്ത്യയിലേക്ക് വന്നേക്കുന്നത് തന്നെ വളരെ അഡ്വാൻസ് ആയിട്ടാണ് പ്രാവശ്യം. നല്ല മഴ കിട്ടുന്നത് നല്ലതാണ്, പക്ഷേ വെള്ളപ്പൊക്കങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ BCA എന്താണ്? BCA ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ലീഗൽ പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ലീഗൽ എഡ്യൂക്കേഷനെ റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ BCA ആണ്, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. പിന്നെ Vice President refutes claim of pressure on Lok Sabha, Rajya Sabha presiding officers. Who is the Vice President of India? Jagdeep Dhankhar. Jagdeep Dhankhar is the Vice President of India. As per the Constitution of India, Vice President of India is the de facto chairman of Rajya Sabha. So, who is the Rajya Sabha chairman? That is also Jagdeep Dhankhar. And Lok Sabha speaker is Om Birla. Lok Sabha speaker ആരാണ്? Om Birla.
അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒന്ന്, ആ GST ടേൺസ് 8. GST ഇന്ന് 8 വയസ്സായി. GSTയുടെ ബർത്ത്ഡേ ആണ്. July 1, 2017 GST സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ GST ടേൺസ് 8, ടാക്സ് എക്സ്പെർട്സ് കോൾ ഫോർ ഫ്യൂവൽ ഇൻക്ലൂഷൻ, ഫ്യൂവർ റേറ്റ്സ് എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഫ്യൂവൽ ഇൻക്ലൂഷൻ, ഫ്യൂവലും കൂടെ അതിൻ്റെ അകത്ത് GSTക്കകത്ത് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ലേ, പെട്രോളിയം ഇതുവരെയും GSTയുടെ അണ്ടറിലില്ല. അതാണ്. പിന്നെ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ IIP ഗ്രോത്ത് സ്ലിപ്സ് ടു 9-month ലോ ഓഫ് 1.2%. IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇന്ത്യൻ എക്കോണമി റിമെയിൻസ് എ കീ ഡ്രൈവർ ഓഫ് ഗ്ലോബൽ ഗ്രോത്ത്. RBI റിപ്പോർട്ട് എക്സാക്ട്ലി കറക്റ്റാണ്. കാര്യം ഇന്ത്യ ആയിരുന്നാണ് ലോകത്തിൻ്റെ മൊത്തം ഗ്രോത്തിൻ്റെ 20% ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. വേൾഡിൻ്റെ ഗ്രോത്തിൻ്റെ 20% വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്നുള്ള ഒറ്റ രാജ്യത്താണ്. ബിക്കോസ് ഇന്ത്യ ഈസ് ദ only one major economy which is growing at around 6.5 to 7%. This year also, even if the world is facing somewhat slower growth, India will grow at the rate of 6.5%. That is the latest prediction of World Bank, IMF, Reserve Bank of India, etc. So the main growth driver of world is currently India. അത് സത്യമാണ്. RBIയുടെ റിപ്പോർട്ട് അത് തന്നെയാണ് പറയുന്നത്. RBIയുടെ ഏത് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിൻ്റെ പേര് പിടിച്ചു വെച്ചാൽ FSR മീൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. എന്താണ് FSR? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. FSR ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. ഒരു എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്ന്. RBI ആണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. ഇനി വേൾഡ് പേജിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കംപ്ലീറ്റ് യുദ്ധത്തിനെ കുറിച്ചാണ്. ഇസ്രായേൽ, ഇറാൻ, ഇസ്രായേൽ, ഹമാസ്, റഷ്യ, യുക്രൈൻ, അതിനെക്കുറിച്ചുള്ള ഇതാണ്. അല്ലാതെ എനിക്കതിലൊന്നും പറയാനൊന്നുമില്ല. അതിൻ്റെ അടുത്ത പേജിൽ പോകുമ്പോൾ സ്പോർട്സ് പേജിൽ ആകെപ്പാടെ വിംബിൾഡനെ കുറിച്ച് മാത്രമേ ഫസ്റ്റ് പേജിൽ പറയാനുള്ളൂ. വിംബിൾഡൺ തുടങ്ങി. ഇംഗ്ലണ്ടിൽ ആണ് വിംബിൾഡൺ നടക്കുന്നത്. ഓൾ ഇംഗ്ലണ്ട് ടെന്നീസ് ക്ലബ്ബ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അവിടെ വെച്ചാണ് വിംബിൾഡൺ നടക്കുന്നത്. ഓൾ ഇംഗ്ലണ്ട് ടെന്നീസ് ക്ലബ്ബിൽ വെച്ച്. അതിനടുത്ത് പേജിൽ പോകുമ്പോൾ US ഓപ്പൺ ബാഡ്മിൻ്റൺ ടൈറ്റിൽ, ടെന്നീസ് അല്ല, US ഓപ്പൺ ബാഡ്മിൻ്റൺ ടൈറ്റിൽ ഇന്ത്യക്കാരനായ ആയുഷ് ഷെട്ടി വിൻ ചെയ്തു. ആയുഷ് ഷെട്ടി ഇന്ത്യൻ ബാഡ്മിൻ്റണിലെ പുതിയ സെൻസേഷൻ എന്നാണ് ആയുഷ് ഷെട്ടിയെ പറയുന്നത്. ആയുഷ് ഷെട്ടി എന്ത് വിൻ ചെയ്തു? US ഓപ്പൺ ബാഡ്മിൻ്റൺ ടൈറ്റിൽ. പിന്നെ തൻവി ശർമ്മ എന്ന് പറഞ്ഞ പുതിയ പെൺകുട്ടിയും ഉണ്ട്. അയാളും നല്ല രീതിയിൽ ബാഡ്മിൻ്റണിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ US ഓപ്പണിൻ്റെ ഫൈനലിൽ കയറി തോറ്റുപോയി തൻവി ശർമ്മ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ന്യൂസ്. ബാക്കി അടുത്ത ദിവസം.